വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ പ്രാഥമിക കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി അഫാനെ റിമാൻഡ് ചെയ്യും. 2 ദിവസം കൂടി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും. ഡിസ്ചാർജ് അനുവദിച്ചാൽ ജയിലിലെത്തിക്കും. മറ്റു കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. രശ്മി, സാമ്പത്തിക ബാധ്യത തന്നെയാണ് കാരണം. ഒരുപക്ഷെ അതുകൊണ്ടാകാം ഈ കൊലപാതകങ്ങൾക്കിടെയും ഉമ്മുമ്മയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയുടെ ഒരു ഭാഗം കടം വാങ്ങിയ ആൾക്കാർക്ക് കൊടുത്തത്. എന്താണ് പോലീസ് പറയുന്നത്? ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന് 4 ദിവസം ആകുമ്പോഴും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രാഥമിക കാരണം സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അവസാനം ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഡിവൈഎസ്പി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ വ്യക്തമാക്കിയത് കൊലപാതകത്തിന്റെ പ്രാഥമിക കാരണങ്ങൾ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി അഫാനെ റിമാൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. അതിനുശേഷം പാങ്ങോട് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 2 ദിവസം കൂടി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസ്ചാർജ് ഇപ്പോൾ നിലവിൽ നൽകില്ല എന്നുള്ളത് മെഡിക്കൽ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. കാരണം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതി നേരിടുന്നില്ല. പക്ഷേ ശാരീരികമായി പൂർണ്ണ ആരോഗ്യവാനല്ലാതെ സാമ്പത്തിക കാരണമാണ് അഫാനെ കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക്.